സംസ്ഥാനം ഇങ്ങനെ ചുട്ടുപൊള്ളുമ്പോൾ കുറച്ചെങ്കിലും ആശ്വാസം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വേനൽ മഴ തുടരുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. മറ്റന്നാൾ മുതൽ 3 ദിവസം വിവിധയിടങ്ങളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണ്. അലക്സ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അലക്സ്, ഏതൊക്കെ ജില്ലയിലാണ് യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്? ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മഴ മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലത്തിൽ വേനലിന് കുറവുണ്ട് എന്നുള്ളതല്ല. ഇന്നും നാളെയും ഒക്കെ സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. അത് ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുണ്ട്. പക്ഷേ വേനൽ മഴ കൂടി ഉച്ചയ്ക്ക് ശേഷം ഈ ദിവസങ്ങളിൽ വേനൽ മഴ കൂടി ശക്തമാകും. പ്രത്യേകിച്ച് ബുധനാഴ്ച മുതലുള്ള ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ വേനൽ മഴയ്ക്ക് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ബുധനാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യാഴാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലയിലും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് വിവിധ ജില്ലകളിലുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മലയോര മേഖലയിലായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. ഇടിമിന്നലിന് കൂടി സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ആ ജാഗ്രത കൂടി പാലിക്കണം. പക്ഷേ ഇന്നും നാളെയും ഒക്കെ നേരത്തെ തുടരുന്നത് പോലെ തന്നെ ഉയർന്ന താപനില, പ്രത്യേകിച്ച് പാലക്കാട്, കൊല്ലം, തൃശൂർ പോലുള്ള ജില്ലകളിൽ ഉയർന്ന താപനില തുടരാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ശരി, എന്തായാലും മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ആ മുന്നറിയിപ്പൊക്കെ പാലിച്ചുകൊണ്ട് ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകുക. അലക്സ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.